നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ചിത്രീകരണമാണിത്. ഏതൊരു സംരംഭം തുടങ്ങുമ്പോഴും ഒരു ഈശ്വരാനുഗ്രഹം ഉള്ളത് നല്ലതാണല്ലോ. നമ്മുടെ ചാനലിൻ്റെ പേര് പോലെ ചാനലുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അല്ല. നമ്മൾ ശബരിമല യാത്രയിലാണ്. ശബരിമല യാത്ര എന്ന് പറയുമ്പം കടുത്തുരുത്തിയിൽ നിന്ന് ശബരിമല വരെ നടന്നാണ് പോകുന്നത്. ഈ യാത്രയിൽ ഉണ്ടായ ഒരു അനുഭവം പറയാം. രാവിലെ യാത്ര കടുത്തുരുത്തിയിൽ നിന്ന് ഒരു 8 മണിയാകുമ്പോൾ പുറപ്പെട്ടു. അപ്പോൾ ഞാൻ അധികം കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, ഭക്ഷണവും കാര്യങ്ങളൊന്നും എടുത്തില്ലായിരുന്നു. കാരണം ഒരുപാട് കടകളൊക്കെ ഉണ്ടല്ലോ. ഈ മരങ്ങാട്ടുപള്ളി കഴിഞ്ഞ് ആണ്ടൂർ കഴിഞ്ഞ് ഒരു സ്ഥലം എത്തിയപ്പം ഇടയ്ക്ക് നമ്മൾ നാരങ്ങ വെള്ളം ഒക്കെ കുടിക്കും. ഒരുപാട് കാര്യങ്ങൾ ചുമക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വെള്ളമൊന്നും കരുതിയില്ല. കാരണം നമുക്ക് കടകളിൽ നിന്ന് കുടിക്കാമല്ലോ, അത്രയും ഭാരം നമുക്ക് കുറയ്ക്കാമല്ലോ. പക്ഷെ ആണ്ടൂർ കഴിഞ്ഞിട്ട് നടന്നിട്ട് അങ്ങ് നീങ്ങുന്നുമില്ല, അടുത്തൊന്നും കടകളൊന്നും കാണുന്നുമില്ല. ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞു. നല്ല വെയിൽ, ടാറ് ഒക്കെ ചുട്ടുപൊള്ളിയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സോക്സാണ് ഇട്ടിരിക്കുന്നത്. സോക്സൊക്കെ കീറി നാശമായിട്ട് നിൽക്കുന്ന അവസ്ഥ. വെള്ളം കിട്ടാനാണെങ്കിൽ വീടുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. വീടുകളിലേക്ക് പോയി ചോദിക്കാനും പറ്റുന്നില്ല. അവസാനം നമ്മൾ ബൈക്കിൽ വന്നൊരു ചേട്ടനെ തടഞ്ഞു നിർത്തി. ചേട്ടാ, പൈസ ആദ്യം നീട്ടിയിട്ട് പറഞ്ഞ് ചേട്ടാ ഒരു കുപ്പി വെള്ളം മേടിച്ചെന്നു. പുള്ളി പൈസ മേടിക്കാൻ തയ്യാറാകുന്നേ ഇല്ലായിരുന്നു. അതിനുശേഷം ഞാൻ വാങ്ങിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞ് പുള്ളി ഉടനെ ഒരു 10 മിനിറ്റ് ശേഷം ഒരു വലിയ കവർ നിറച്ച് സാധനങ്ങൾ, 2 കുപ്പി വെള്ളം, ബിസ്ക്കറ്റ്, പഴം ഒക്കെ ആയിട്ട് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അതോടൊപ്പം സങ്കടവും തോന്നി. കാരണം സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കാശുണ്ട് വെള്ളം മേടിക്കാൻ, പക്ഷേ അടുത്ത് കടകളില്ല, ഒക്കെ വീടുകളൊക്കെയാണ് അടഞ്ഞു കിടക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ കാശല്ലായിരുന്നു പ്രാമുഖ്യം, വെള്ളം കിട്ടുക എന്നുള്ളതായിരുന്നു. വെള്ളം ഒരു കുപ്പിക്ക് 2 കുപ്പി വെള്ളം കിട്ടി. അതുകൂടാതെ നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ ഭക്ഷണവും കിട്ടി. അത് വേണ്ട എന്ന് പറയാൻ തോന്നിയില്ല. കാരണം അദ്ദേഹം പറഞ്ഞത്, ഞാൻ സാധനം മേടിച്ചുകൊണ്ട് വന്നപ്പോഴും പൈസ കൊടുക്കാൻ തുടങ്ങിയപ്പോഴും പുള്ളി മേടിക്കാൻ തയ്യാറായില്ല. അയ്യപ്പൻ പറയുന്നതായിട്ടാണ് തോന്നുന്നത്, എന്നിട്ട് പൈസ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ കാര്യമായിട്ട് പറയുമ്പം എങ്ങനെയാണ് ഈ സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുപോകണം, വെള്ളം മാത്രം മതി തിരിച്ചു കൊണ്ടുപോകണം പറയുന്നത് എന്ന് വിചാരിച്ച് അതും വാങ്ങി. സന്തോഷമുണ്ട്. ചേട്ടനൊരു സ്പ്ലെൻഡർ ആണെന്ന് തോന്നുന്നു. വാഹനം ശ്രദ്ധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം മഹേന്ദ്രയിലെ ജീവനക്കാരാണ്. എന്തായാലും ഈ വീഡിയോ അദ്ദേഹത്തിന് നന്ദി പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ്. നമ്മുടെ യാത്ര 8 മണിക്ക് കടുത്തുരുത്തി തുടങ്ങി 1:20 കടപ്പാട്ടൂർ ക്ഷേത്രത്തിലെത്തി. ഇന്നിവിടെ സ്റ്റേ ആണ്. നാളെ രാവിലെ ഒരു 3 മണിയോട് കൂടി ഇവിടുന്ന് പുറപ്പെടും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാം. ഞാൻ ഇറങ്ങി കുറവലങ്ങാട് എത്താറായപ്പോൾ ഒരു ചേട്ടൻ ഒരു വാഹനം കൊണ്ട് ഫ്രണ്ടിൽ നിർത്തി, 2 വീലർ. ഞാൻ പിന്നെ അത് കവർ ചെയ്ത് പോയി. വീണ്ടും അദ്ദേഹം എൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി. ചോദിച്ചു ഇത് എന്നെ വിടാൻ പ്ലാൻ ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. ശേഷം പുള്ളി ഒരു 200 രൂപ എടുത്ത് തന്നിട്ട് പറഞ്ഞു, 100 രൂപ അയ്യപ്പ സ്വാമിക്ക് ഇട്ടേക്കണം, 100 രൂപ നിങ്ങളുടെ വഴിച്ചെലവിന് എടുത്തോളാം. എനിക്ക് ശരിക്കും സന്തോഷം തോന്നി. വല്ലാത്തൊരവസ്ഥ. ശേഷം കുറച്ചും കൂടെ അങ്ങനെ നടന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കോഴ എത്താറായപ്പം, കുറവനാട് കഴിഞ്ഞ് കോഴ എത്താറായപ്പം ഇതുപോലെ സെയിം സിറ്റുവേഷനിൽ അദ്ദേഹം ഒരു 200 രൂപ എടുത്ത് തന്നു, കാണിക്കിട്ടേക്കണമെന്ന് പറഞ്ഞ്. അതിനുശേഷം മരങ്ങാട്ടുപള്ളി എത്തിയപ്പോൾ ഒരു പെൺകുട്ടി, അണ്ണ ഞാൻ തമിഴനാണെന്ന് തോന്നിക്കാണും, അണ്ണ ഇതൊന്ന് കോവിലിട്ടേക്കണമെന്ന് പറഞ്ഞ് കുറേ പൈസ, ഒരു കൂട്ടം പൈസ എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ അതും ഇന്നത്തെ യാത്രയിലെ ഒരു വേറിട്ടൊരു അനുഭവമായിരുന്നു.